ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിടിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ക്ലയൻസിന്റെ മുന്നിൽ ഒരു പ്രൊജക്ട് പ്രസന്റേഷൻ നടത്തി നിധി സിദ്ധാർത്ഥിന് കോടികളുടെ ബിസിനസ് നേടിക്കൊടുത്തിരിക്കുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥ് നിധിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും പ്രൊജക്ട് നന്നായി പ്രസന്റ് ചെയ്ത നിധിയുടെ വിജയം ആഘോഷിക്കാനായി സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ഡിന്നർ കൊടുക്കുകയുമാണ്. സിദ്ധാർത്ഥിന്റെ പെരുമാറ്റമൊന്നും നിധിക്ക് ഇഷ്ടപ്പെടുന്നില്ല. തലവേദനയാണെന്ന് പറഞ്ഞ് സുധീഷിനെ വിളിച്ചു വരുത്തി റെസ്റ്റോറന്റിൽ നിന്നും പോകാനായി ഇറങ്ങുകയാണ് നിധി. സുധീഷിന്റെ അരികിലേക്ക് വന്ന സിദ്ധാർത്ഥ് നിധി തന്റെ പെണ്ണാണെന്നും അവളെ സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്നും പറയുന്നു. ഇത് കേട്ട് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കാറിലിരിക്കുകയാണ് നിധി. നന്നായി പ്രോജക്ട് പ്രസന്റ് ചെയ്ത നിധിക്ക് സുധീഷ് വാച്ച് സമ്മാനമായി കൊടുക്കുന്നു. രാത്രിയാകുമ്പോൾ സിദ്ധാർത്ഥ് നിധിയുടെ ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ പെരുമാറ്റവും രീതികളും ഒന്നും നിധിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ദിവസം ഓഫീസിൽ ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് നിധിക്ക് ഒരു വാച്ച് സമ്മാനമായി കൊടുക്കുകയാണ്. നന്നായി ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്നും സിദ്ധാർത്ഥ് പറയുന്നു. നിധിക്ക് വാച്ച് സമ്മാനമായി കൊടുക്കുന്നത് ദിവ്യ ഫോട്ടോ എടുക്കുകയും സിദ്ധാർത്ഥ് ആ ഫോട്ടോ തന്റെ സ്റ്റാറ്റസ് ആക്കുകയുമാണ്. ഈ സ്റ്റാറ്റസ് സുധീഷ് കാണുകയും നിധിയും സിദ്ധാർത്ഥും തമ്മിൽ അടുപ്പമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയുമാണ്. സിദ്ധാർത്ഥ് കൊടുത്ത ബ്രാൻഡഡ് വാച്ച് നിധി കയ്യിൽ കെട്ടുന്നില്ല. സുധീഷ് കൊടുത്ത വാച്ചാണ് നിധി കയ്യിൽ കെട്ടുന്നത്. ഇത് സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുമുണ്ട്. രാത്രി വീണ്ടും സിദ്ധാർത്ഥ് നിധിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയൊക്കെയാണ്. നിധി കോൾ അറ്റൻഡ് ചെയ്യാതെ സിദ്ധാർത്ഥിന്റെ ശല്യം സഹിക്കാനാകാതെ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന കാര്യം പറയാനായി ശ്രമിക്കുന്നുവെങ്കിലും നിധിയും സിദ്ധാർത്ഥും തമ്മിൽ അടുപ്പം ഉണ്ടെന്നുള്ള രീതിയിലാണ് സുധീഷ് സംസാരിക്കുന്നത്. സുധീഷിന്റെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടുകൂടി റൂമിലേക്ക് പോയി വിഷമിച്ചിരിക്കുകയാണ് നിധി. തുടർന്ന് സുഭാഷും നികേഷും ഹരീഷും സുധീഷും എല്ലാം അടുക്കളയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധി അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, വാ മോളെ ചായ കുടിക്കാം. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ നിധി ഒന്ന് നോക്കിയിട്ട്, സുഭാഷ് ഏട്ടാ ഞാൻ തുണി വിരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന തുണിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് സുധീഷ്. നിധിയുടെ തുണി ഉണങ്ങാനായി ഇട്ടിരിക്കുന്നത് കണ്ട് അയയിൽ നിന്നും കുറച്ചങ്ങോട്ടേക്ക് മാറ്റിയിടുകയാണ് സുധീഷ്. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന നിധി അരികിലേക്ക് വന്നിട്ട് സുധീഷിനോട് ചോദിക്കുന്നു, എന്തു പറ്റി സുധീഷ്? അപ്പൊ സുധീഷ് ചോദിക്കാണ്, എന്നോടാണോ ചോദിക്കുന്നത്? അപ്പൊ നിധി ചോദിക്കാണ്, ഇവിടെ എന്താ 100 പേരുണ്ടോ? സുധീഷ് മാത്രമല്ലേ ഉള്ളൂ? സുധീഷിനോട് തന്നെ ചോദിച്ചത്. എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. അപ്പോൾ സുധീഷ് പറയുകയാണ്, ഒന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നിധി പറയുകയാണ്, അത് സുധീഷ് വെറുതെ പറയുന്നതാ, മുഖം കണ്ടാൽ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെയുണ്ട്. അപ്പൊ സുധീഷ് മനസ്സിൽ പറയുകയാണ്, അതെ അതെ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. നിധി ചോദിക്കുന്നു, എന്തു പറ്റി? അപ്പൊ സുധീഷ് പറയുകയാണ്, ഒന്നുമില്ല, ഞാൻ നോർമലായിട്ട് തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ നിധി പറയുകയാണ്, അല്ല സുധീഷ് ഇപ്പൊ എന്നോട് നന്നായി സംസാരിക്കാറില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളതൊക്കെ നിധി ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലേ? അപ്പൊ നിധി പറയുകയാണ്, അതെ സുധീഷ് ഇപ്പം എന്നോട് നന്നായി സംസാരിക്കാറില്ല. എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. എന്താ കാര്യം എന്ന് പറ. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലെന്ന്. അങ്ങനെ സുധീഷ് തുണികൾ എടുക്കുമ്പോൾ കയ്യിൽ പിടിച്ച് നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഇത്? ഞാൻ ചോദിക്കുന്നതൊന്നും കേൾക്കുന്നില്ലേ? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ സംസാരിച്ചാൽ എന്താ, സംസാരിച്ചില്ലെങ്കിൽ എന്താ? അപ്പോൾ നിധി പറയുകയാണ്, എനിക്കൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് സുധീഷ് എന്നോട് സംസാരിക്കാത്തത്? എനിക്കതിന്റെ റീസൺ അറിയണ്ടേ? എപ്പോഴും എന്നോട് നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് സംസാരിക്കാതായാൽ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടാണോ സുധീഷ് എന്നോട് സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുക. ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, എനിക്ക് വേണ്ടി നിധി അത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നിധി പറയുകയാണ്, വെറുപ്പിക്കാതെ എന്താണെന്ന് പറ സുധീഷ്. അപ്പോൾ സുധീഷ് ചോദിക്കാണ്, എന്ത് പറ്റിയതാണെന്ന് നിധിക്ക് അറിയില്ലേ? അപ്പോൾ നിധി പറയുകയാണ്, എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ സുധീഷിനോട് ചോദിക്കുന്നത്? ശരി അത് വിടുന്ന സുധീഷ് പറയുമ്പോൾ നിധി സുധീഷ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധിക്ക് ഇപ്പൊ സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ സംസാരിച്ചാൽ എന്താ, സംസാരിച്ചില്ലെങ്കിൽ എന്താ? നിധി ചോദിക്കുന്നു, എനിക്ക് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ സുധീഷിനോട് പറഞ്ഞായിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സുധീഷിന്റെ പ്രശ്നം എന്താ? റെസ്റ്റോറന്റിൽ നിന്നും സുധീഷിനെ പിക്കപ്പ് ചെയ്യാനായിട്ട് വന്നില്ലേ? ആ സമയം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഞാൻ ഓഫീസിൽ എല്ലാവരുടെയും ഒപ്പം ഡിന്നർ കഴിക്കാൻ പോയത് സുധീഷിന് ഇഷ്ടപ്പെട്ടില്ലേ? അതിന്റെ ദേഷ്യമാണോ? ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, അതിനൊക്കെ ഞാൻ എന്തിനാ നിധിയോട് ദേഷ്യപ്പെടുന്നത്? ആ സിദ്ധാർത്ഥ് ഉണ്ടല്ലോ, അവനെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അവനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും. നിധി ചോദിക്കുന്നു, സിദ്ധാർത്ഥിനെ കാണുമ്പോൾ സുധീഷ് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഓ എന്നെ പിക്കപ്പ് ചെയ്യാനായി സുധീഷ് വന്നപ്പോൾ സെൻഡ് ഓഫ് ചെയ്യാനായി സിദ്ധാർത്ഥ് വന്നത് കണ്ടിട്ടാണോ സുധീഷിന് ദേഷ്യം വന്നത്? അതിനൊക്കെ എന്തിനാ സുധീഷ് ദേഷ്യപ്പെടുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിധി ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ നിധിക്ക് ദേഷ്യം വരികയും എന്നെ വഴക്ക് പറയുകയും ചെയ്യും. അത് പിന്നെ എനിക്ക് ടെൻഷൻ ആകും. എന്തിനാ അതെല്ലാം? എന്നെ ഫ്രീ ആയിട്ട് വിട്ടേര്. നിധി ചോദിക്കുന്നു, സുധീഷേ എന്തു പറ്റി? മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പൊ സുധീഷ് ചോദിക്കുകയാണ്, ആ സിദ്ധാർത്ഥ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? അപ്പോൾ നിധി ചോദിക്കുന്നു, സിദ്ധാർത്ഥ് എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിദ്ധാർത്ഥ് സുധീഷിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഒന്നും അറിയാത്ത രീതിയിൽ നിധി എന്നോടൊന്നും ചോദിക്കണ്ട. ഇത് കേട്ട് നിധി പറയുകയാണ്, എനിക്ക് അറിയാത്തത് കൊണ്ടാ സുധീഷ് ചോദിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധി അവന്റെ പെണ്ണാണെന്നാ അവൻ പറഞ്ഞത്. അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിധി അവന്റെ പെണ്ണാണെന്ന്. ഇത് കേട്ട് നിധി പറയുകയാണ്, ചുമ്മാ ഓരോന്ന് പറയില്ലേ സുധീഷ്, സിദ്ധാർത്ഥ് അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ സുധീഷ് പറയുകയാണ്, അവൻ അങ്ങനാ പറഞ്ഞത്. നിധി എന്റെ പെണ്ണാ, അവളെ സൂക്ഷിച്ചു കൊണ്ടുപോകണം, വീട്ടിലെത്തിയിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിനാ
എന്തിനാ അവൻ എന്റെ മുഖത്ത് നോക്കി പറയുന്നത്? അപ്പോൾ നിധി പറയുകയാണ്, സിദ്ധാർത്ഥ് അങ്ങനെയൊന്നും പറയില്ല, അവൻ അങ്ങനെ പറഞ്ഞതെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ചുമ്മാ ഓരോന്ന് പറയില്ലേ സുധീഷ്? അപ്പോൾ സുധീഷ് പറയുന്നു, നിധി സത്യമായിട്ടും അവൻ അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് നിധി പറയുകയാണ്, സുധീഷ് എന്നോട് നുണ പറയുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എനിക്കറിയായിരുന്നു ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നിധി ഇങ്ങനെയൊക്കെ പറയുകയുള്ളെന്ന്, അതുകൊണ്ടാ പറയാതിരുന്നത്. ഞാൻ പറഞ്ഞത് നിധിക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ സിദ്ധാർത്ഥിനെ തന്നെ വിളിച്ചു ചോദിക്ക്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം അവൻ നിധിക്കൊരു വാച്ച് ഗിഫ്റ്റ് ആയിട്ട് തന്നില്ലേ? അപ്പോൾ നിധി പറയുകയാണ്, അത് ഞാൻ പ്രോജക്റ്റ് നന്നായി ചെയ്തതിന് തന്നതാ. ഓഫീസിലെ ആര് പ്രോജക്റ്റ് നന്നായി ചെയ്താലും ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കും. ആ കാര്യം ദിവ്യ എന്നോട് പറഞ്ഞു. ഇത് കേട്ട് സുധീഷ് ചോദിക്കണം, ഓ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ ഹാർട്ടും സ്മൈലിയും ഒക്കെ വെച്ച് സ്റ്റാറ്റസ് ഇടുവോ? നിധി ചോദിക്കുന്നു, സ്റ്റാറ്റസോ? മനസ്സിലായില്ല. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധിക്ക് വാച്ച് തന്ന ഫോട്ടോയും ഹാർട്ട് സിമ്പിളും കിസ് സിമ്പിളും ഒക്കെ വെച്ച് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ് അവൻ. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇല്ല സുധീഷ്, ഒരിക്കലും അങ്ങനെയൊന്നും സിദ്ധാർത്ഥ് ചെയ്യില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ചെയ്യില്ല, ഞാൻ സങ്കല്പിച്ച് പറയുകയല്ലേ, അവന്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടതാ നിധി. ഞാൻ പറയുമ്പോഴല്ലേ നിധി വിശ്വസിക്കാത്തത്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സ്റ്റാറ്റസ് കാണിക്കുകയാണ് സുധീഷ്. അത് കണ്ട് നിധി ഞെട്ടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, കണ്ടില്ലേ അവൻ എങ്ങനെ സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നതെന്ന്? എത്ര ഹാർട്ടും കിസ് സിമ്പിളും. മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ അവൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ ഹാർട്ടും കിസ് സിമ്പിളും ഒക്കെ വെച്ചാണോ സ്റ്റാറ്റസ് ഇടുന്നത്? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് സത്യമായിട്ടും ഇതൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇപ്പൊ കണ്ടില്ലേ അവന്റെ മനസ്സിലെ ആഗ്രഹം ഇതാണ്. നിധി അവന്റെ പെണ്ണാണെന്ന് അവൻ പറയുന്നത്. ഒരു വാച്ച് സമ്മാനമായി തന്നിട്ട് സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അവനും ആർക്കിടെക്ട്, നിധിയും ആർക്കിടെക്ട്, രണ്ടുപേരും പഠിച്ചവര്, നല്ല ജോഡി പൊരുത്തം. അവന്റെ ഒപ്പം സുഖമായി ജീവിക്ക്. ഞാനാരാ? റൗഡി, നുണയൻ, ഫ്രോഡ്. ജോലിയാണെങ്കിലോ വെറും ഒരു ടാക്സി ഡ്രൈവർ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, വെറുതെ ഓരോന്ന് പറയല്ലേ സുധീഷേ? അപ്പോൾ സുധീഷ് ചോദിക്കാണ്, ഞാൻ തെറ്റായിട്ട് എന്താ പറഞ്ഞത് നിധി? നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത് ഇതൊക്കെയല്ലേ പറഞ്ഞത്? നിധിയാണെങ്കിൽ എന്നിൽ നിന്നും ഡിവോഴ്സ് വാങ്ങാൻ പോകുന്നു. ഇനി ആരോട് വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അതുകൊണ്ട് ഞാൻ അയാളോട് സംസാരിക്കുന്നത് അങ്ങനെയാണെന്നാണോ? ഞാൻ ഓഫീസിലേക്ക് ജോലി ചെയ്യാനാ പോകുന്നത്, അല്ലാതെ അയാളെ കണ്ട് സംസാരിക്കാനല്ല. അപ്പോൾ സുധീഷ് പറയുകയാണ്, സംസാരിക്കാമല്ലോ, അതിലൊരു തെറ്റുമില്ല. നിധിയുടെ ലെവലില് നിധിയും ചിന്തിക്കണമല്ലോ. ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, സുധീഷ് വെറുതെ ഓരോന്ന് പറയരുത്. എന്നെ കുറിച്ച് സുധീഷ് ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കണം. അങ്ങനെ നിധിയും സുധീഷും കൂടി വഴക്കു കൂടുമ്പോൾ അടുക്കള വാതിലിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് ടെൻഷനോടുകൂടി അവരെ ശ്രദ്ധിക്കുകയാണ്. നികേഷിന്റെ ഹരീഷിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, എടാ നികേഷ്, ഹരീഷ്, നിധിയും സുധീഷും പുറത്തു നിന്ന് സംസാരിക്കുകയാണെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷെ അവര് വഴക്കു കൂടുവാ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, വഴക്കൊന്നും ആയിരിക്കില്ല സുഭാഷ് ഏട്ടാ, അവര് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നികേഷ് പറയുകയാണ്, കണ്ടിട്ട് സൗന്ദര്യ പിണക്കമാണെന്നാ തോന്നുന്നത്, അതൊക്കെ നിനക്ക് അറിയാമോടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ കോളേജിൽ പഠിക്കുന്ന പയ്യനാ, ഇപ്പോഴും സുഭാഷ് ഏട്ടനെ കാണുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിട്ടാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അവരുടെ സംസാരം കണ്ടിട്ട് ഒരു സാധാരണ വഴക്കായിട്ട് തോന്നുന്നില്ല. തുടർന്ന് നിധി പറയുകയാണ്, സുധീഷ് ഞാൻ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നു, എപ്പോഴും നിധി സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തേ സംസാരിച്ചിട്ടുള്ളൂ, നിങ്ങളോട് സംസാരിക്കുന്ന വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധി മറുപടി പറഞ്ഞിട്ട് പോകും. തിരിഞ്ഞു നോക്കാതെ നിധി അകത്തേക്ക് പോകുന്നു. സുധീഷ് വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. ഹാളിലിരിക്കുന്ന സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും ശ്രദ്ധിക്കാതെ നിധി ദേഷ്യത്തോടു കൂടി റൂമിനകത്തേക്ക് കയറി വാതിൽ അടയ്ക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുകയാണ്, കണ്ടില്ലേ ദേഷ്യപ്പെട്ട റൂം അടച്ചിരിക്കുന്നത്. വളരെ വിഷമത്തോടു കൂടി സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ സുഭാഷും ഹരീഷും നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഓഫീസിലേക്ക് വന്ന നിധി ജോലിയിൽ ശ്രദ്ധിക്കാനാകാതെ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. നിധി ഓർക്കുന്നു സുധീഷിന്റെ വാക്കുകൾ. സിദ്ധാർത്ഥ് എന്നോട് പറഞ്ഞു നിധി അവന്റെ പെണ്ണാണെന്ന്, സൂക്ഷിച്ചു കൊണ്ടുവിട്ട് മറക്കാതെ എന്നെ വിളിക്കണമെന്നും പറഞ്ഞു. അരികിലിരിക്കുന്ന ദിവ്യ ചോദിക്കുന്നു, നിധി ശ്രദ്ധിക്കുന്നുണ്ടോ? നിധിക്ക് അടുത്ത പ്രോജക്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നിധി ഓർക്കുകയാണ് സുധീഷിന്റെ വാക്കുകൾ. വാച്ച് തന്ന ഫോട്ടോയും ഹാർട്ട് സിമ്പിളും കിസ് സിമ്പിളും ഒക്കെ വെച്ച് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ് അവൻ. ഈ സമയം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് വരികയാണ്. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുവെങ്കിലും നിധി ശ്രദ്ധിക്കുന്നതേ ഇല്ല. പുഞ്ചിരിച്ച് അരികിലേക്ക് വന്ന സിദ്ധാർത്ഥ് പറയുന്നു, നിധി ഗുഡ് മോർണിംഗ്. നിധിയും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നു, എന്താ നിധി ഇന്നും അതേ ലോക്കൽ വാച്ച് തന്നെയാണോ കയ്യിൽ കെട്ടിയിരിക്കുന്നത്? ഞാൻ ഇന്നലെ അത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ സമ്മാനമായി തന്ന വാച്ച് നിധി കയ്യിൽ കിട്ടിയില്ലല്ലോ. എന്താ ദിവ്യ ഇത്? ദിവ്യെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡേഷൻ നടത്താമായിരുന്നു. ഈ സമയം സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയുമാണ്. അപ്പോൾ ദിവ്യ പറയുന്നു, നിധി ആ വാച്ച് കയ്യിൽ കിട്ട്, അല്ലെങ്കിൽ നിന്നെ വെറുതെ വിടില്ല. എന്തായാലും നാളെ കയ്യിൽ കെട്ടിക്കൊണ്ട് വരണം. ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ദിവ്യ ചോദിക്കുന്നു, എന്തു പറ്റി നിധി? ഈ സമയം അവിടേക്ക് വന്ന സിദ്ധാർത്ഥ് പറയുന്നു, നിധി എന്റെ ക്യാബിനിലേക്ക് വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ് അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് നിധി. അപ്പോൾ ദിവ്യ പറയുന്നു, വിളിക്കുന്നു, ചെല്ല് ചെല്ല്. ദേഷ്യത്തോടു കൂടി നിധി സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. പുഞ്ചിരിച്ച് സിദ്ധാർത്ഥ് പറയുന്നു, വാ നിധി. നിധി അരികിലേക്ക് വരുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കാണ്, ഞാൻ മോഹന്റെ കയ്യിൽ കുറച്ച് ഫയൽസ് കൊടുത്തായിരുന്നു, മോഹൻ അത് നിധിയുടെ കയ്യിൽ തന്നു എന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, അത് നന്നായി പഠിക്കണം, നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് അതാ. ശരി എന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നിധി എന്തു പറ്റി? വോയിസ് ഡള്ളായിട്ടിരിക്കുന്നല്ലോ, അറിയോ? ഓക്കെ നിധി ചോദിക്കുന്നു.
ചോദിക്കുന്നു, സിദ്ധാർത്ഥ് എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സ്റ്റാഫ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ വാങ്ങിക്കൊടുത്ത വാച്ച് അവര് കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് ഇങ്ങനെ പിന്നാലെ നടന്ന് നോക്കാറുണ്ടോ? ഒന്ന് ബദറി സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി അത് ഞാൻ കാഷ്വലായിട്ട് ചോദിച്ചതാ. അതിനെന്തിനാ നിധി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ നിധി ചോദിക്കാണ്, സുധീഷിനോട് സിദ്ധാർത്ഥ് എന്താ പറഞ്ഞത്? സിദ്ധാർത്ഥ് ചോദിക്കുന്നു, സുധീഷോ? ഹു ഈസ് സുധീഷ്? അപ്പോൾ നിധി പറയുകയാണ്, റെസ്റ്റോറന്റിൽ നിന്നും ഞാൻ സുധീഷിന്റെ ഒപ്പം അല്ലേ പോയത്. അപ്പൊ സിദ്ധാർത്ഥ് സുധീഷിനെ കണ്ടില്ലായിരുന്നോ? എന്നിട്ടിപ്പം ആരാന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, ഓ ആ ഡ്രൈവർ ആണല്ലേ. ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി സിദ്ധാർത്ഥിനെ നോക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, അയ്യോ നിധി, അയാൾ ഡ്രൈവറായിട്ടല്ലേ ജോലി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തെറ്റിദ്ധരിക്കേണ്ട, അയാളോട് സംസാരിക്കാൻ എനിക്ക് എന്താ ഉള്ളത്? അപ്പൊ നിധി പറയുകയാണ്, സുധീഷിനോട് സിദ്ധാർത്ഥ് ഞാൻ സിദ്ധാർത്ഥിന്റെ പെണ്ണാണെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥ് ചോദിക്കുന്നു, അങ്ങനെ പറഞ്ഞു? എനിക്ക് അങ്ങനെ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നിധി പറയുകയാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു, നിധി അങ്ങനെ പറഞ്ഞതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ സേഫ് ആയിട്ട് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. ഇത് കേട്ട നിധി ചോദിക്കുകയാണ്, എനിക്ക് സിദ്ധാർത്ഥ് വാച്ച് സമ്മാനമായി തരുന്ന ഫോട്ടോ എന്തിനാ സ്റ്റാറ്റസ് ആക്കി വെച്ചിരിക്കുന്നത്? അതിനകത്ത് ഹാർട്ട് സിംബൽസും കിസിംഗ് സ്മൈലീസും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താ? ഒന്ന് പതറി സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി ഞാൻ സ്റ്റാഫുകൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, ശരി അതിനെന്തിനാ ഹാർട്ടും കിസിംഗ് സ്മൈലിയും ഒക്കെ വെച്ചേക്കുന്നത്? അന്ന് മോഹൻ സാറിന് ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോഴും കിസിംഗ് സ്മൈലിയും ഹാർട്ടും ഒക്കെ വെച്ചായിരുന്നു. ഒന്ന് പതറി സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി ആക്ച്വലി അത് ക്യാഷ്വലായി വെച്ച സ്റ്റാറ്റസാ, നിധി വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇല്ല സിദ്ധാർത്ഥ്, ഇത് ക്യാഷ്വലായിട്ട് വെച്ചതൊന്നുമല്ല. ഒരു ബോസും സ്റ്റാഫിന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടില്ല. നിങ്ങൾ കാരണം ഞാനും സുധീഷും കൂടി ഒരുപാട് വഴക്കിട്ടു. സുധീഷിനോട് ഞാൻ നിങ്ങളുടെ പെണ്ണാണെന്ന് പറഞ്ഞില്ലേ, അത് പോരാഞ്ഞിട്ടാ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. സുധീഷിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇത് കേട്ട് സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നിധി ഇതിൽ ദേഷ്യപ്പെടാൻ എന്താ ഉള്ളത്? നിധി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് നിധിയോടുള്ള അടുപ്പം കാരണമാണ് അങ്ങനെ പറഞ്ഞത്. അതിന് അയാൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇത് കേട്ട് നിധി പറയുകയാണ്, സുധീഷ് ദേഷ്യപ്പെടും ബിക്കോസ് ഹി ഈസ് മൈ ഹസ്ബൻഡ്. ഇത് കേട്ടിട്ട് വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുകയാണ് സിദ്ധാർത്ഥ്. അപ്പോൾ നിധി പറയുന്നു, സുധീഷ് എന്റെ ഭർത്താവാ, എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പോയി എന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? വിശ്വസിക്കാനാകാതെ സിദ്ധാർത്ഥ് ചോദിക്കുന്നു, ഹസ്ബൻഡോ? നിധി എന്തായി പറയുന്നത്? ആരെ ജോക്കിംഗ്? അപ്പോൾ നിധി പറയുകയാണ്, ഞാൻ ജോക്ക് പറഞ്ഞതല്ല, സുധീഷ് എന്റെ ഹസ്ബൻഡാ. ടെൻഷനോടുകൂടി സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നിധി എന്താ കസിൻ ആണെന്നല്ലേ പറഞ്ഞത്, ഇന്നിപ്പോൾ ഹസ്ബൻഡ് എന്ന് പറയുന്നു? അപ്പോൾ നിധി പറയുകയാണ്, സുധീഷ് എന്റെ ഹസ്ബൻഡാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. സിദ്ധാർത്ഥ് ചോദിക്കുന്നു, പിന്നെ അന്ന് എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നിധി പറയുകയാണ്, അന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ചോദിക്കുന്നു, ജോക്കല്ലേ? അപ്പോൾ നിധി പറയുകയാണ്, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്, വിശ്വാസം വരുന്നില്ലേ? അങ്ങനെ നിധി സുധീഷിന്റെയും സുധീഷിന്റെ ഫാമിലിയുടെയും ഒപ്പം നിൽക്കുന്ന വെഡിങ് റിസപ്ഷന്റെ ഫോട്ടോസ് കാണിക്കുകയാണ്. സിദ്ധാർത്ഥ് വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആകാറാകുന്നു. ഞാനും സുധീഷും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞാൻ വർക്ക് നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് എന്നെ അഭിനന്ദിച്ചതൊക്കെ ശരി, പക്ഷെ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നത്, ഒരുപാട് അടുപ്പമുള്ള ആളെ പോലെ സംസാരിച്ച ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത്, രാത്രി 10 മണിക്ക് മെസ്സേജ് അയക്കുന്നത്, ഇതൊന്നും ശരിയല്ല സിദ്ധാർത്ഥ്. ഇത് കേട്ട് സിദ്ധാർത്ഥ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് നിന്റെ ബോസ് എന്തിനാ നിനക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നു. ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നിങ്ങൾ കാരണം ആവശ്യമില്ലാതെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്ലീസ് സിദ്ധാർത്ഥ്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ ജോലി അൺപ്രൊഫഷണൽ ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിധി ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കണ്ണു നിറഞ്ഞ് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്